നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിലെ ആഭ്യന്തര ടെർമിനലിന് സമീപത്ത് അന്ന കഫേയുടെ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരൻ മരിച്ച സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് വൻ നാണക്കേടാണ്. വിശദീകരണവുമായി സിയാൽ രംഗത്ത് വന്നുവെങ്കിലും ഏറെ ആശങ്കകളാണ് സംഭവം ഉയർത്തുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചതെന്നും കുടുംബാംഗങ്ങളുടെ തീരാ ദുഃഖത്തിൽ അനുശോചിക്കുന്നതായും സിയാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. പൂന്തോട്ടത്തിന് സമീപത്തായി തുറന്ന നിലയിലായിരുന്ന മാലിന്യക്കുഴിയിൽ വീണ് രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിദാൻ ജാജുവാണ് മരിച്ചത്. പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാത്ത മേഖലയെന്നാൽ അതീവ സുരക്ഷാ പ്രദേശമാണ്. അവിടേക്ക് വിമാനത്താവളത്തിലെ സുരക്ഷ മറികടന്ന് എങ്ങനെ കുട്ടികൾ എത്തി എന്നതാണ് ഉയരുന്ന ചോദ്യം. കുഞ്ഞിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനും കേസെടുത്തിട്ടുണ്ട്. മാലിന്യക്കുഴി തുറന്നിട്ടതിൽ വീഴ്ച വരുത്തിയതടക്കം അന്വേഷിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 രക്ഷിതാക്കൾ സമീപത്തുള്ള കഫേയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. രക്ഷിതാക്കൾ കഫേയ്ക്കുള്ളിലായിരുന്ന സമയത്ത് റിദൻ സഹോദരനൊപ്പം പുറത്തു നിന്നും കളിക്കുകയായിരുന്നു. പിന്നാലെ ഓടുന്നതിനിടയിൽ മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അപകടം CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ സിയാൽ പുറത്തുവിട്ടിട്ടില്ല. വിമാനത്താവളത്തിനുള്ളിലെ ആഭ്യന്തര ടെർമിനലിന് സമീപത്തുള്ള അന്ന കഫേയുടെ പിൻഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് അപകടം സംഭവിച്ചത്. ഇവിടേക്ക് നടവഴിയില്ല. ഒരു വശം കെട്ടിടവും മറ്റു 3 വശം ബോഗെയിൻവില്ല ചെടി കൊണ്ടുള്ള വേലിയുമാണ്. ഒരു സംഘത്തിന്റെ ഭാഗമായാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടേക്ക് എത്തിയത്. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പിന്നീട് സിയാൽ സെക്യൂരിറ്റി വിഭാഗം CCTV പരിശോധിച്ചപ്പോഴാണ് കുട്ടി മാലിന്യക്കുഴിയുടെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതെന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 മരണം സംഭവിക്കുകയായിരുന്നുവെന്നും സിയാൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് സ്ഥിര നിരീക്ഷണ സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്, പ്രത്യേകിച്ച് തീവ്രവാദ ആക്രമണ ഭീഷണി അടക്കം വിമാനത്താവളത്തിനുള്ള സാഹചര്യത്തിൽ. കേരളത്തിലെ വിനോദയാത്രയ്ക്ക് വന്നതാണ് രാജസ്ഥാൻ കുടുംബം. തിരികെ പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് അപകടം സംഭവിക്കുന്നത്. അപകടത്തിന് ശേഷം മാലിന്യക്കുഴി പ്ലാസ്റ്റിക് കൊണ്ട് മൂടി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കുട്ടി മാലിന്യക്കുഴിയിൽ വീണത്. 4 അടി താഴ്ചയുള്ള കുഴിയിലേക്കാണ് കുട്ടി വീഴുന്നത്. 10 മിനിറ്റോളമാണ് കുട്ടി കുഴിയിൽ കിടന്നത്. കുഴിയിൽ നിന്നും മുകളിലേക്ക് എടുത്തതോടെ കുഞ്ഞ് ഛർദ്ദിച്ചു. മാലിന്യമായിരുന്നു ഛർദ്ദിയിലുണ്ടായിരുന്നത്. അനക്കം നിലച്ച സാഹചര്യത്തിലായിരുന്നു കുട്ടി. CPR നൽകിയതിന് പിന്നാലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടിയെ കാണാതാവുന്നത്. ഇതിന് പിന്നാലെ കുട്ടിയെ അന്വേഷണം കുട്ടിയുടെ മാതാപിതാക്കൾ കഫേയുടെ അകത്തും പുറത്തുമെല്ലാം അന്വേഷണത്തിലായിരുന്നു. എന്നിട്ടും കുട്ടിയെ കാണാതായതോടെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് കുട്ടിയെ കാണാതായ വിവരം അറിയിക്കുകയായിരുന്നു.